എന്റെ മോളെ വിളിച്ച അതല്ലേ എന്ത് ഇവിടെ നിൽക്കണേ? അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പെട്ട് പുറത്ത് അസമയത്ത് ഇറങ്ങുന്ന ഒരാളോട് മകളോട് ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക എനിക്കൊരു ഭയങ്കര സ്നേഹം അവരോട് തോന്നുന്നുണ്ടായിരുന്നു അവിടെ ആ സെറ്റിൽ വെച്ച്. അതുപോലെ തന്നെ നമ്മുടെ വർഗീസേട്ടൻ്റെ കഥകൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ വർഗീസേട്ടൻ്റെ കഥകൾ പറയുമ്പോൾ ആളുടെ കുറെ ശ്രമത്തിൽ നിന്നുണ്ടായ ഒരു സിനിമയാണിത്. കുറെ വർഷത്തിന് ശേഷം ആളുടെ ഒരു സ്വപ്നത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതാണ്. പിന്നെ ആളൊരു ഫൺ ലവിങ് പേഴ്സൺ ആണ്, ആളൊരു ജോളിയ മനുഷ്യനാണ്, അപ്പൊ ജോവിയൽ പേഴ്സൺ ആണ്. അപ്പൊ ആളുടെ സിനിമകളും അത് തന്നെയാണ്. അപ്പോൾ ഒരു ഫൺ ടൈം വാച്ച് എപ്പോഴും ആൾക്ക് നമുക്ക് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളുടെ ഏറ്റവും മനോഹരമായ സ്ക്രിപ്റ്റ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ പറയേണ്ടത് നമ്മുടെ സൂരജേട്ടൻ സെറ്റില് എപ്പോഴും ഷൂട്ടിനിടയ്ക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിൽ പോകണം എന്ന് പറയണ്ടായിരുന്നു. അതുമാത്രം എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ വരാത്ത സജിത്താക്കിയത് എന്തായാലും. പിന്നെ പറയേണ്ടത് ഷൈൻചേട്ടനാണെങ്കിൽ മഹാറാണി പിന്നെ കൂടെ കൂടിയിട്ടുണ്ട്. എവിടെ എനിക്കറിയത്തില്ല എന്താ പറയണ്ടേന്ന്. ആളുടെ ഫാമിലി ആയിട്ട് വളരെയധികം ക്ലോസ് ആണ് ഞാൻ. എനിക്ക് ആളെക്കാളും അധികം ആളുടെ ഡാഡീനെ ആയിട്ടാണ് കമ്പനി. അതുപോലെ ഇപ്പൊ മമ്മീനെ, ഇപ്പൊ